സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർത്താൽ RSS ബജരംഗദൾ തുടങ്ങിയ സംഘടനകളെ നിരോധിക്കാൻ സർക്കാർ മടിക്കില്ലെന്ന് പ്രിയങ്ക് ഖാർഗെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നേരത്തെ സമാന രീതിയിൽ RSSന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും അച്ചടക്കമില്ലാതെ കർണാടകയിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ തകർക്കുന്ന RSSന് താക്കീത് നൽകിയിരിക്കുകയാണ്. കർണാടകയിൽ സമാധാനം ലംഘിക്കപ്പെട്ടാൽ ബജരംഗദളിനും RSSനും നിരോധനം ഏർപ്പെടുത്തും. അതിനെ സർക്കാർ മടിക്കില്ല എന്ന് ഓർക്കണമെന്നും ഖാർഗെ വ്യക്തമാക്കി. 2020 പുതുവർഷം പിറന്നപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ RSSന് കർണാടകയിൽ ചരമക്കുറിപ്പ് എഴുതുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ തുറന്ന പോരിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ കൂടിയായ പ്രിയങ്ക് ഖാർഗെ ഇത് ആദ്യമായല്ല സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഇത്തരം മുന്നറിയിപ്പ് നൽകുന്നത്. 2023 മെയ് മാസത്തിൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റയുടനെ ക്രമസമാധാനത്തിന് ഭീഷണിയാകുന്ന ഏതൊരു സംഘടനയ്ക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും നിരോധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാർ സ്ഥലങ്ങളിൽ RSS പ്രവർത്തനങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ടതിനു പിന്നാലെ 2025 ഒക്ടോബറിൽ തനിക്ക് ഭീഷണി കോളുകൾ ലഭിച്ചിരുന്നതായും പ്രിയങ്ക് വെളിപ്പെടുത്തി. ആരൊക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും അതൊന്നും വിലപ്പോവില്ലെന്നും നിരോധിക്കാൻ തീരുമാനിച്ചാൽ നിരോധിക്കുക തന്നെ ചെയ്യുമെന്നുമാണ് ഖാർഗെ പറയുന്നത്. RSS സമൂഹത്തിൽ വിദ്വേഷം പരത്തുകയാണെന്ന് പറഞ്ഞ പ്രിയങ്ക് നിയമങ്ങളെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS എന്ന് പറയാൻ സാധിക്കുന്നില്ലെന്നും പറയുന്നുണ്ട്. ചരിത്രവും നിരത്തിയാണ് RSSനെ നിരോധിക്കണമെന്ന് പ്രിയങ്ക് വാദിക്കുന്നത്. സർദാർ പട്ടേൽ RSSനെ നിരോധിച്ചുവെന്നും അന്ന് സംഘപരിവാർ പട്ടേലിന്റെ കാൽക്കൽ വീണതായും പ്രിയങ്ക് പറയുന്നുണ്ട്. പിന്നീട് രാജ്യത്തെ നിയമമനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് നിരോധനം നീക്കിയത്. പിന്നീട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും RSSനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോഴും മാപ്പ് പറഞ്ഞാണ് RSS രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുമതി തേടിയത്. അവരുടെ 250 കോടി രൂപയുടെ ഫണ്ടിന്റെ സ്രോതസ് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും പ്രിയങ്ക് ഖാർഗെ ആവശ്യപ്പെടുന്നുണ്ട്. RSS നിരോധനം നടപ്പിലാക്കണമെങ്കിൽ അതിനാവശ്യമായ നിയമം ഉണ്ടാക്കുക എന്നതാണ് പ്രാഥമിക നടപടി. പക്ഷേ തനിക്ക് ഭരണഘടനയ്ക്കപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും പ്രിയങ്ക് ഖാർഗെ പറയുന്നുണ്ട്. ഒരു സാംസ്കാരിക സംഘടനയാണെന്ന് അവകാശപ്പെടുന്ന RSSന് ഇന്ത്യയിൽ 3 തവണ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. 1948, 75, 92 വർഷങ്ങളിലായിരുന്നു ഇത്. 1948 മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിനു പിന്നാലെയായിരുന്നു ആദ്യത്തെ നിരോധനം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഒരു സർക്കാർ അറിയിപ്പിലാണ് അന്ന് സംഘടനയെ നിരോധിച്ചത്. അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു RSSനുള്ള അടുത്ത നിരോധനം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട 92-ലായിരുന്നു മൂന്നാമതായി കേന്ദ്രം RSSനെ നിരോധിച്ചത്. കോൺഗ്രസ് ഇനി കേന്ദ്രത്തിൽ അധികാരം പിടിക്കുന്ന നിമിഷം RSSനെ നിരോധിക്കാൻ മടിക്കില്ലെന്ന സന്ദേശം ഇത് ആദ്യമായിട്ടല്ല നൽകുന്നത്.